പത്മജ വേണുഗോപാൽ ബി.ജെ.പി. ആസ്ഥാനത്തെത്തിയിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ആണെങ്കിൽ അവര് ആരും കാണുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് സമയമില്ല, പിന്നെ നേതാക്കളില്ല, എല്ലാവരും പോയല്ലോ. ഞാൻ പോയ മാതിരി തന്നെ തിരിച്ചിങ്ങോട്ട് പോന്നു. അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, അപമാനിക്കപ്പെടുക ദിവസം. ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല. എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് 4-5 പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കി എടുത്തു പലതും. അതെല്ലാം എന്നെ വേദനിപ്പിച്ചു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ അത് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പം പെട്ടെന്നായപ്പോൾ അവരും ഞെട്ടി, കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ആളെ മുട്ടിയ ചേരയും കടിക്കൂട്ടാ, ഞാൻ വലിയ പാമ്പും മൂർഖനൊന്നും അല്ല എന്നല്ലേ നിങ്ങൾ പറയണത്. വെറും ചേരയാണ്. പക്ഷെ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞു, എൻ്റെ അമ്മേനെ പറഞ്ഞേ, ഞാൻ കരുണാകരൻ്റെ മകളല്ല എന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും. പിന്നെ എന്നെ വഴി തടയും എന്ന് പറഞ്ഞു. അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ പറയാം, ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട്. ഞാൻ രാജൻ കേസ് സമയത്ത് ഇതാവുണ്ട് ഒളിവിൽ പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന നേതാവായതാ. അങ്ങനെ ഒരാൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും ഇതാക്കുന്നത്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ 10 ദിവസം കിടന്നതെന്നും എന്താ എൻ്റെ പിന്നിലത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഒന്നും മിണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ എന്ന് വിചാരിച്ചതാണ്. കാരണം എൻ്റെ സ്വഭാവം അതല്ല. പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു, ഇനി എൻ്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2-3 പിന്നെ ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആൾ ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ അവകാശമില്ല. പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ല, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയവും വ്യക്തി ജീവിതം വേറെ വേറെ കാണണം. എൻ്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ്. എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക. ഞാൻ ഇവർ പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കേണ്ട, എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഇതൊക്കെ കുറേ അല്ലാണ്ട് തന്നെ കേട്ടതാ. ഞാൻ കരിങ്കാലിയുടെ മകള്, ചെറുപ്പത്തിലെ കൊലയാളിയുടെ മകള്, ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ പറയുന്നവർ പറഞ്ഞ് അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നേ ഉള്ളൂ. എനിക്കൊരു പ്രശ്നമില്ല എന്ന് അവരോട് പ്രത്യേകം പറയണം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട്, മാനിഷാദ. നമ്മൾ പറഞ്ഞില്ലേ, കാട്ടാള പരാക്രമ സ്ത്രീകളിലല്ല വേണ്ടു. അതുകൊണ്ട് പെണ്ണുങ്ങളെ വെറുതെ വിട്ടു. പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.